നല്ല പടമാണ്. ജയറാമേട്ടൻ്റെ ഒരു കംബാക്കാണ്. പിന്നെ ബാക്കി സർപ്രൈസുകൾ അതിനകത്ത് ഒളിപ്പി വെച്ചിട്ടുണ്ട്. ബാക്കി പറയല്ല. മൂവി ഒന്നും പറയാനില്ല. കാരണം മിഥുൻ മാനുവൽ മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ചിട്ട് മിഥുൻ ചേട്ടൻ്റെ മറ്റൊരു മാജിക്കാണ് ഈ മൂവിയിൽ ഇപ്പോൾ സാധ്യമായിട്ടിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചു വരവാണ് ഈ മൂവിയോട് സാധ്യമായിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന നമ്മുടെ ജയറാമേട്ടൻ അതിൻ്റെ ഒരു വലിയൊരു മാജിക് നമ്മളിവിടെ കണ്ടു. പിന്നെ പറയാനുള്ളത് ആ ട്വിസ്റ്റ് ആരായിരിക്കും. നിങ്ങൾ പുറത്ത് ഇതിനെപ്പറ്റി വലിയൊരു ചർച്ച നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റ് ആരാണ് എന്നുള്ളത്. ആ ട്വിസ്റ്റ് ആരല്ല, മമ്മൂക്കയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നമുക്ക്. പക്ഷെ മമ്മൂക്കയുടെ മറ്റൊരു മറ്റൊരു ക്യാരക്ടറൈസ്ഡാണ് നമ്മളിവിടെ മിഥുൻ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതും എനിക്ക് പറയാനില്ല, നോ വേർഡ്സ്. പിന്നെ അനശ്വരയായിരുന്നാലും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ മൂവിയിലുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാലും മേക്കിംഗ് ഇറ്റ്സ് അമേസിങ്. BGM ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് എ ത്രില്ലർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്രയും നാളും മിഥുൻ ചേട്ടൻ മൂവി കണ്ടത് വെച്ച് ഇറ്റ്സ് ത്രില്ലർ എക്സ്പീരിയൻസ്. സോ ഇറ്റ്സ് അമേസിങ്. സോ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ മസ്റ്റ് ആയിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. ഇറ്റ്സ് ഓസം. വളരെ നല്ല സൂപ്പർ മൂവി. ഒരുപാട് അറിവുകൾ കിട്ടും. സൂപ്പർ ജയറാമേട്ടൻ സൂപ്പർ. പറയാനില്ല, ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ത്രില്ലർ മൂഡിലാണ് കാണാൻ പറ്റുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അതിനകത്ത്, പക്ഷേ എങ്കിലും ത്രില്ലർ മൂവിയാണ്. സൂപ്പർ. ഒന്നും പറയാനില്ല. ഇനി വേറൊന്നും മറിച്ച് പറയാനില്ല. പടം നന്നായിട്ടുണ്ട്. ശരിക്കും ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസുകളും ഈ സിനിമയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിക്കും BGM വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഒരു ഫീൽ ഗുഡും എല്ലാം കൂടെ കൂടിയൊരു സൂപ്പർ മൂവിയാണ്. ഗംഭീരമാണ്. സ്പെഷ്യൽ ഇൻട്രോണ്ട് നല്ല എൻ്റർടൈനാണ്. നോൺ സ്റ്റോപ്പ്. പുള്ളി അവിടെ പോയിട്ടില്ലല്ലോ. അഞ്ചാം പാതിര പോലെയല്ല, നമ്മൾ അങ്ങനല്ല, വേറൊരു ടൈപ്പ്. നല്ല പടം, നല്ല പടം. നല്ല ആക്ടിങ് ആയിരുന്നു. നന്നായിരുന്നു പടം. ഭയങ്കര നല്ല പടമാണ്. ഭയങ്കര സസ്പെൻസാണ്. കാണാനുണ്ട്. തിയേറ്ററിൽ നിന്ന് കാണാൻ മാത്രം ഉണ്ട്. പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഇതെന്ന് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത്രയും ഭയങ്കര നല്ലൊരു മാസ് എൻട്രിയാണ്. നല്ല രസമാണ്. കുഴപ്പമില്ല, ആവറേജ് ആയിട്ടാണ്. എല്ലാവരും പടം കാണുകയല്ല. അതിപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ ഇറക്കിയിട്ട് വെറുതെ ഇതിനും അല്ല, ചേരാനുള്ള കാരണം മിഥുൻ മാനുവൽ എന്നുള്ളൊരു ഡയറക്ടർ, പിന്നെ ജയറാമേട്ടൻ, ഇതൊക്കെ തന്നെ എനിക്ക് എക്സൈറ്റഡ് ആവാൻ ധാരാളമാണ്. പിന്നെ ത്രില്ലർ എന്ന് പറയുമ്പോൾ, പിന്നെ ത്രൂഔട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വൻ എക്സൈറ്റ്മെൻ്റ് ആണ്. അത് കൂടുതൽ അതൊന്നും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് വിചാരം. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള വിഷയം കാണില്ല. ബിക്കോസ് ത്രില്ലറാണ്, ഇമോഷണൽ ത്രില്ലറാണ്. പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ജയറാമേട്ടനോട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ഉണ്ടായിരുന്നു വേഷം ചെയ്യാനായിട്ട്? ജയറാമേട്ടൻ്റെ ത്രൂഔട്ടുണ്ട്. ജയറാമേട്ടൻ്റെ കൂടെ നമ്മൾ ചെറുപ്പം മുതൽ ജയറാമേട്ടൻ്റെ മൂവീസും എല്ലാം കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ആക്ടർ എന്നുള്ളതിനുപരി ഒരു ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ആക്ടറിൻ്റെ അടുത്തൊക്കെ നമുക്കൊരു ചേട്ടൻ ഫീലാണ്. നമ്മൾ എന്തെങ്കിലും ഡൗൺ ആയാൽ തന്നെ എല്ലാവർക്കും അറിയാം ജയറാമേട്ടൻ്റെ കഥകളും തമാശകളും ഒക്കെ. അപ്പോൾ നമ്മൾ മൊത്തം സെറ്റിൽ ഓണായിട്ട് തന്നെയായിരുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.